ഗസയുടെ 70% പ്രദേശവും നിയന്ത്രണത്തിലാക്കുകയാണ് അടുത്ത ഘട്ടത്തിലെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയുടെ 60% ഇപ്പോൾ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അധികാരം തുടർന്നും പ്രയോഗിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹമാസിനെതിരെയുള്ള നീക്കം കൂടുതൽ ശക്തമാക്കും, നെതന്യാഹു പറഞ്ഞു. അതിനിടെ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിൽ 5 കുട്ടികളടക്കം 10 പേർ മരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികളും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച തെക്കൻ ലെബനന്റെ വലിയൊരു പ്രദേശം യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം അവിടുത്തെ താമസക്കാരോട് സഹ്റാനി നദിക്ക് വടക്കോട്ട് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കോട്ടുള്ള വലിയൊരു പ്രദേശത്തെയാണ് ഈ മുന്നറിയിപ്പ് ബാധിക്കുന്നത്. ഈ മേഖലയിലുള്ള ഹിസ്ബുള്ള പോരാളികൾക്കും അവരുടെ താവളങ്ങൾക്കും എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ലെബനന്റെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ 120-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഒഴിഞ്ഞുപോക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതോടെ ജനങ്ങൾ തീരദേശ നഗരമായ സിദോനിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങിയതായി ലെബനൻ സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ഈദുൽ അദ്ഹ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് ഈ ദുരിതം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഏപ്രിൽ അവസാനത്തിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രായേൽ സൈന്യം നൽകിയ ഭൂപടങ്ങൾ പ്രകാരം ഗസയുടെ 64% ഭാഗം ഇതിനോടകം തന്നെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശം ഇനിയും വ്യാപിപ്പിച്ചാൽ തകർന്നടിഞ്ഞ ഈ തീരദേശത്തെ അതിലും ചെറിയൊരു പ്രദേശത്തേക്ക് 20 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ചുരുങ്ങേണ്ടി വരും. മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കരയുദ്ധങ്ങൾക്കും ഒടുവിൽ ഗസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഗസയുടെ 53% വരുന്ന യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന സൈനിക അതിർത്തിയിലേക്ക് പിന്മാറിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ അതിർത്തി രേഖ രഹസ്യമായി ഗസയുടെ ഉള്ളിലേക്ക് മാറ്റുകയാണെന്ന് ഈ ആഴ്ച ആദ്യം ഹമാസ് ആരോപിച്ചിരുന്നു. ഇസ്രായേലിന്റെ ഈ നീക്കം വെടിനിർത്തൽ കരാറിനെ പരസ്യമായി ലംഘിക്കുന്നതാണെന്നും ശക്തി ഉപയോഗിച്ച് പുതിയ അതിരുകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഫലസ്തീൻ സംഘടന കുറ്റപ്പെടുത്തി. സൈനിക നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹമാസിനെ ദുർബലപ്പെടുത്താനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയാനും സൈനിക സമ്മർദ്ദം അത്യാവശ്യമാണെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ വാദം.